അടുത്ത കാലങ്ങളായി തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഡിജിറ്റൽ അറസ്റ്റ്. നേരിട്ട് ആരോപിക്കപ്പെട്ടാൽ പോലും പതറാതെ നിയമ നടപടി ധൈര്യമായി നേരിടണമെന്നും അതിന്റെ കാര്യകാരണങ്ങൾ അറിയാനുള്ള അവകാശം പ്രതി ചേർക്കപ്പെട്ട ഏതൊരാൾക്കും ഉണ്ട് എന്നുമുള്ള നിയമം നിലനിൽക്കെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്നത്. എത്രയൊക്കെ കണ്ടാലും കേട്ടാലും പിന്നെയും അതിന് കൃത്യമായ ആൾക്കാർ തലവച്ചു കൊടുക്കുകയും ചെയ്യും. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഇരകളെ കബളിപ്പിച്ചു കൈക്കലാക്കുന്ന ഓൺലൈൻ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. തട്ടിപ്പുകാർ ഇരകളെ ഭയപ്പെടുത്തുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ചെയ്യുന്നു. അവർ പിന്നീട് പണം ആവശ്യപ്പെടുകയും പണം അടയ്ക്കാൻ അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റിലൂടെ യുവതിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പുകാർ കൈക്കലാക്കിയത് ലക്ഷങ്ങൾ. ഡിജിറ്റൽ അറസ്റ്റിലൂടെ യുവതിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി ദില്ലി പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് സംഭവം. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ തന്റെ 84 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തതായി യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നതെന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഇൻസ്പെക്ടർ രഞ്ജിത് സിംഗ് പറഞ്ഞു. രാം സിംഗ്, അക്ഷയ് കുമാർ, നരേന്ദ്ര സിംഗ് ചൗഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അക്ഷയ് കുമാർ ബാങ്ക് ജീവനക്കാരനും രാം സിംഗ് അക്കൗണ്ട് ഹോൾഡറുമാണെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രതികൾ സമാനമായ കേസുകളിൽ മുൻപും അറസ്റ്റിലായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇവരുടെ കൂട്ടാളികളിൽ ഒരാളായ ഉമേഷ് മഹാജനെ കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈബർ തട്ടിപ്പുകളുടെ വലിയ ലോകത്തെ ഒരു പുത്തൻ രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന രംഗത്ത് വരുന്ന തട്ടിപ്പുകാർ തങ്ങളുടെ ഇരകളെ കണ്ടെത്തി ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു. പണം ലഭിക്കുന്നതോടെ മുങ്ങുന്നു. ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. ഇത്തരത്തിൽ പണം നഷ്ടമായത് നിരവധി പേർക്കാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് തട്ടിപ്പുകാർ മൊബൈൽ സ്ക്രീനിൽ ഇരകളെ തളച്ചിടുന്ന രീതിയാണിത്. വീഡിയോ കോളിലൂടെ ആളുകളെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഈ രീതി രാജ്യമൊട്ടാകെ വ്യാപിക്കുകയാണ്. ഇക്കൂട്ടരാകട്ടെ ആദ്യം അപഹരിക്കുന്നത് പണമല്ല, നമ്മുടെ സമയമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇരകളെ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. മനസ്സിന്റെ താളം തെറ്റിക്കാൻ ഇവർ പല വഴികളും നോക്കും. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ ചിന്തിക്കാനുള്ള സമയം ഇവർ നമുക്ക് തരില്ല. പിന്നീട് ആവശ്യമുള്ള പണം അപഹരിച്ച് സൈബർ ലോകത്തിന്റെ ഇരുട്ടിലേക്ക് മറയും. CBI എന്നും ED എന്നും പോലീസ് എന്നും ടെലികോം ഏജൻസി എന്നും ഒക്കെ പറഞ്ഞ് തട്ടിപ്പു സംഘം കോളിലൂടെ ഇരകളെ തേടിയെത്തും. മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള ക്രിമിനൽ കേസിൽ സർക്കാർ അന്വേഷണ ഏജൻസി പിടികൂടിയതായി അവകാശപ്പെട്ട് ഏജൻസി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഇവർ ഇരയെ ഭീഷണിപ്പെടുത്തും. ഇതിനായി വ്യാജരേഖകളാകും ഉപയോഗിക്കുക. അന്വേഷണ ഏജൻസികളുടെ ഓഫീസിനെ അനുകരിക്കുന്ന സ്റ്റുഡിയോകളും തട്ടിപ്പുകാർ ഒരുക്കും. ഇതിനായി AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഇവർ ഉപയോഗിക്കും. പണം ലഭിക്കുന്നത് വരെ വീഡിയോ കോൾ പ്ലാറ്റ്ഫോമുകളിൽ ഇരയെ ഇവർ നിർബന്ധിച്ചിരുത്തും. കേസ് ഒത്തുതീർപ്പാക്കാനോ ജാമ്യം നൽകാനോ കുറ്റവാളികൾ പണം ആവശ്യപ്പെടും. കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ കുറവല്ല. ഇത്തരം സന്ദർഭത്തിൽ പരിഭ്രാന്തരാകാതെ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ നൽകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കലും പ്രധാനമാണ്. തട്ടിപ്പിനിരയായി എന്ന് ബോധ്യപ്പെട്ടാൽ എത്രയും നേരത്തെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതുണ്ട്. അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന് ചെയ്യാനാകും. തട്ടിപ്പ് നടന്നതിന് ശേഷമുള്ള ആദ്യ 24 മണിക്കൂർ വളരെ നിർണായകമാണ്. എത്രയും വേഗം 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണം. നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതികളെ പിടികൂടാനും വലിയ തട്ടിപ്പുകളുടെ ചുരുളഴിക്കാനും ഇത് ഉപകാരപ്രദമാകും. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം. ഓർക്കേണ്ട പ്രധാന കാര്യം CBIയും EDയും പോലീസുമൊന്നും ആരെയും വീഡിയോ കോളിലൂടെ അറസ്റ്റ് ചെയ്യാറില്ല എന്നതാണ്. രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോഴും തട്ടിപ്പുകാർ പിൻവാങ്ങുന്നില്ല എന്നതും വസ്തുതയാണ്. കാരണം ഇപ്പോഴും ഇവരുടെ കെണിയിൽ കുടുങ്ങാൻ ആളുകൾ ഉണ്ടെന്ന് സംഘത്തിന് നന്നായി അറിയാം. എന്തായാലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പ് രീതികളിൽ ഒന്ന് മാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരിഭ്രാന്തി വേണ്ട, ജാഗ്രത മതി.